പ്രതിപക്ഷ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തടസ്സപ്പെടുത്താൻ ശ്രമമെന്ന് ദില്ലി മന്ത്രി അതിഷി മർലേന. ബി.ജെ.പി പരാതിയിൽ എ.പി തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനം കമ്മീഷൻ വിലക്കി. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യ നടപടിയാണിത്. PCC അധ്യക്ഷന്റെ രാജി കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. നോബൽ മാരിക്കാരനാണ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വീണ്ടും ചേരുന്നത്. നോബൽ, ഈ ഗാനത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? എന്തു പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഗാനത്തെ വിലക്കുന്നത്? ബിനിൽ, ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി എന്നുള്ളതാണ്. BJPയുടെ പരാതിയിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. അതായത് ജയിൽക്ക് ജവാബ് ഓട്സെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിലക്കിയിരിക്കുന്നത് എന്നാണ് ദില്ലി മന്ത്രി അതിഷി മർലേന വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഇതിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കുഴപ്പവുമില്ല. അതേസമയം അത് അറസ്റ്റ് ചെയ്ത കാര്യങ്ങൾ വരികളായി എഴുതുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കുഴപ്പം എന്നും എന്താണെങ്കിലും അതിഷി മർലേന വ്യക്തമാക്കുന്നു. അത് പ്രധാനമായും അതുമായി ബന്ധപ്പെട്ട് BJP നൽകിയ പരാതിയിലാണ് ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ആം ആദ്മി മന്ത്രി വ്യക്തമാക്കുന്നത്. പ്രധാനമായും കേന്ദ്ര ഏജൻസികളുടെ ഉൾപ്പെടെ ദുരുപയോഗം അടക്കം വലിയ രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പ്രചാരണ ആയുധമാക്കുകയാണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആം ആദ്മി പാർട്ടി സജീവ ചർച്ചയാക്കി നിർത്തുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഗാനം വിലക്കിയ നടപടി എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. ചട്ടലംഘനം എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത് വിലക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും ഇതിലെ തുടർ നടപടികൾ ആം ആദ്മി പാർട്ടി സ്വീകരിക്കും എന്നാണ് ദില്ലി മന്ത്രി അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതേസമയം ദില്ലി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ദില്ലിയിൽ പല പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് ഭരണപരമായ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന രീതിയിൽ, അതായത് ആം ആദ്മിക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പ്രതിഫലിക്കും എന്ന കണക്കൂട്ടലാണുള്ളത്. അതിൽ ഊന്നിയുള്ളൊരു പ്രചാരണമാണ് ഇവർ മുന്നോട്ട് നയിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് ദില്ലി മന്ത്രി അതിഷി മർലേന, സൗരഭ് ബർജോയ് തുടങ്ങിയ ആളുകൾ പ്രചാരണത്തിൽ മുൻകൈയെടുക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ വേണ്ടി സുജ്ന കേജ്രിവാൾ, അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ തന്നെ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഗാനം വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. പ്രത്യേകിച്ച് ജയിൽക്കോ ജവാബ് ഓട്സെ എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണയൊക്കെ ലഭിച്ചു വരുന്ന സമയമായിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടാകുന്നത് എന്ന വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആം ആദ്മി വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ബിനിൽ, ഓക്കെ, ദില്ലി മന്ത്രി അതിഷി മർലേനയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. BJPയുടെ പരാതിയിൽ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനം കമ്മീഷൻ വിലക്കിയിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസവും അതേ തുടർന്നുള്ള വോട്ട് അഭ്യർത്ഥനയുമാണ് ആം ആദ്മി പാർട്ടി ഈ പ്രചാരണ ഗാനത്തിന്റെ ഉള്ളടക്കമായി വെച്ചിരിക്കുന്നത്. അത് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ മന്ത്രി അതിഷി മർലേന കുറ്റപ്പെടുത്തുന്നത്. നോബൽ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.